കർണാടകയിൽ നിന്നുള്ള ബുൾഡോസ് ആക്രമണത്തിൻ്റെ വാർത്ത കേട്ടപ്പോൾ ആദ്യം കരുതിയത് അതൊരു ഫേക്ക് ന്യൂസ് ആയിരിക്കും എന്നാണ്. പക്ഷേ തുടരെ തുടരെ പിന്നീട് വിശ്വാസയോഗ്യമായ മീഡിയയിൽ നിന്ന് ആ വാർത്ത വന്നപ്പോൾ അപ്പോഴാണത് സത്യമാണെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. ഒരു കോൺഗ്രസ് സർക്കാരിൽ നിന്ന്, പ്രത്യേകിച്ച് കർണാടക പോലെ ഒരു സംസ്ഥാനത്ത് നിന്ന് ഇത്തരം ഒരു വാർത്ത ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. വർഷങ്ങൾക്ക് മുമ്പ് ദുബായ് നഗരത്തിൻ്റെ ഒഴിഞ്ഞൊരു പ്രദേശത്ത് ഒരു കാറ് പാർക്ക് ചെയ്തിരുന്നു. അതിൻ്റെ മുൻപിൽ 2 പേർ ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു സ്ത്രീയും പുരുഷനും. ആ പുരുഷന് ഏകദേശം ഒരു 35 വയസ്സോളം പ്രായമുണ്ട്. ആ സ്ത്രീക്കും 28-29 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ. അവരുടെ കാറിന് കുറച്ചകലെയായി മറ്റൊരു കാറും പാർക്ക് ചെയ്തിരുന്നു. അല്പം കഴിഞ്ഞ് ആ മറ്റേ കാറ് പതുക്കെ അവിടെ നിന്ന് എടുത്തു. അത് ഈ കാറിനെ ലക്ഷ്യമാക്കി വന്നു. പതുക്കെ ഈ കാറും നീങ്ങാൻ തുടങ്ങി. ആദ്യത്തെ കാറിൻ്റെ വിൻഡോ സൈഡിലിരുന്ന ഒരു സ്ത്രീയെ ലക്ഷ്യമാക്കിയാണ് മറ്റേ കാറ് വന്നത്. ഏകദേശം ആ സ്ത്രീ ഇരുന്ന ഭാഗത്തേക്ക് ഇടിക്കുന്ന ഒരു ഘട്ടമെത്തിയപ്പോൾ ഈ 2 വാഹനങ്ങൾക്കും ഇടയിലേക്ക് ഒരു പോലീസ് കാറ് വന്നു നിന്നു. അതിൽ നിന്ന് പോലീസുകാർ പുറത്തിറങ്ങി രണ്ടാമത്തെ കാറിൽ നിന്ന് ഒരു വ്യക്തിയെ പുറത്തിറക്കി എന്തൊക്കെയോ ചോദിച്ചു. പിന്നെ അയാളെ കയ്യാമം വെച്ച് പോലീസ് വാഹനത്തിൽ കയറ്റി ആ വാഹനം ഓടിച്ചു പോയി. ഒരാഴ്ച മുമ്പ്, ഈ സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വളരെ വ്യക്തമായി പ്ലാൻ ചെയ്ത ഒരു കൊലപാതക പദ്ധതിയുടെ, ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകത്തിൻ്റെ ഫൈനൽ എക്സിക്യൂഷനായിരുന്നു അവിടെ നടന്നത്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവിടെ പോലീസ് വരികയും കൊലപാതകത്തിന് തയ്യാറായി നിന്ന ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. അത് മനസ്സിലാകണമെങ്കിൽ ഈ സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ദുബായ് നഗരത്തിൻ്റെ തന്നെ മറ്റൊരു പ്രദേശത്ത് ആദ്യ കാറിൽ സ്ത്രീയോടൊപ്പം ഇരുന്ന വ്യക്തി ഒരാളിനെ അന്വേഷിക്കുകയായിരുന്നു. പണം കൊടുത്താൽ എന്തും ചെയ്യാൻ തയ്യാറുള്ള, ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു അയാൾ. അങ്ങനെ അയാൾ കണ്ടെത്തിയ വ്യക്തിയാണ് രണ്ടാമത്തെ കാർ ഓടിച്ചു വന്ന മനുഷ്യൻ. അതൊരു പാകിസ്ഥാനിയായിരുന്നു. ആ പാകിസ്ഥാനിക്ക് ഈ മനുഷ്യൻ 3 ലക്ഷം ദിർഹം ഓഫർ ചെയ്തു. പകരം അയാൾ ആവശ്യപ്പെട്ടത് ഒരു കൊലപാതകമാണ്. ഒരു സ്ത്രീയുടെ, അയാളുടെ തന്നെ ഭാര്യയുടെ കൊലപാതകം. അതൊരു അപകടം പോലെ, വാഹനാപകടം പോലെയാണ് പ്ലാൻ ചെയ്തത്. സ്വാഭാവികമായും അപകടങ്ങളിൽ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ കൊലപാതകം സംഭവിച്ചാൽ മരിച്ച വ്യക്തിയുടെ അടുത്ത ബന്ധുക്കൾ മാപ്പ് നൽകിയാൽ കൊലപാതകിക്ക് ശിക്ഷയിൽ ഇളവ് ലഭിക്കും. അങ്ങനെ ഒരു ഇളവിലൂടെ മോചനവും 3 ലക്ഷം ദിർഹവുമായിരുന്നു ആദ്യത്തെ വണ്ടിയിലെ യുവാവ്, അദ്ദേഹം ഒരു ഹൈദരാബാദിയായിരുന്നു, പാകിസ്ഥാനിക്ക് ഓഫർ ചെയ്തത്. ആ ഒരു പ്ലാൻ, ആ ഒരു കൊലപാതക ശ്രമം നടപ്പിലാക്കുന്ന ഘട്ടത്തിലാണ് ദുബായ് പോലീസ് വരികയും ആ പൊട്ടൻഷ്യൽ കൊലപാതകിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇപ്പോൾ നമുക്ക് പലർക്കും തോന്നാം എങ്ങനെ ഈ പോലീസുകാർ അവിടെ എത്തിയെന്ന്. ഓഫർ ലഭിച്ച പാകിസ്ഥാനി, അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ മനുഷ്യത്വം ഉണർന്നുകൊണ്ടതായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരം ഒരു കേസിൽ പിടിക്കപ്പെട്ടാൽ UAE നിയമം നൽകുന്ന ശിക്ഷയെക്കുറിച്ച്, അതിൻ്റെ കാഠിന്യത്തെക്കുറിച്ചുള്ള ബോധ്യമാവാം അദ്ദേഹം ഈ ഓഫർ വാങ്ങി നേരെ സമീപിച്ചത് പോലീസിനെയായിരുന്നു. പിന്നെ നടന്നതെല്ലാം പോലീസിൻ്റെ പ്ലാൻ അനുസരിച്ചായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഇൻഫർമേഷൻ ജെനുവിനാണോ അതോ ഇദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിരുന്നു പോലീസ് ഇത്തരം ഒരു ഫൈനൽ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഒരു കൊലപാതക ശ്രമത്തിലേക്ക് തന്നെ പോകാൻ പ്ലാൻ ചെയ്തത്. എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തി അപകടം ഉണ്ടാക്കുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ്, മിനിറ്റുകൾക്ക് മുമ്പ് അറസ്റ്റ് നടത്തി. ഈ സംഭവം കഴിഞ്ഞു 3 മാസം, ഒന്നും സംഭവിച്ചില്ല. എല്ലാം സാധാരണ പോലെ പോയി. 3 മാസങ്ങൾക്ക് ശേഷം ഈ ഹൈദരാബാദിയുടെ വീട്ടിലേക്ക് പോലീസ് ചെല്ലുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തുകൊണ്ട് ഈ 3 മാസത്തെ വിടവ് വന്നു എന്നതാണ് ഞാൻ ഈ സംഭവം പറയുന്നതിൻ്റെ മർമ്മം. പാകിസ്ഥാനി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ഈ ഹൈദരാബാദിയായ മനുഷ്യൻ്റെ ഭാര്യ 7 മാസം ഗർഭിണിയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു വൻതുക ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. മിക്കവാറും ലോകത്തിലെ തന്നെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളെല്ലാം UAE-യിലും പ്രത്യേകിച്ച് ദുബൈയിലും പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വൻതുകയ്ക്ക് ഇൻഷുറൻസ് അദ്ദേഹവും ഭാര്യയും എടുത്തു. അതിനുശേഷം ആ പണം കൈക്കലാക്കാൻ ഒരു അപകടത്തിലൂടെ ഭാര്യയെ കൊല്ലാൻ അദ്ദേഹം ഇട്ട പദ്ധതിയായിരുന്നു. പക്ഷേ 7 മാസം ഗർഭിണിയായ ഒരു സ്ത്രീയുടെ മുമ്പിൽ വെച്ച് അവരെ കൊല്ലാൻ പദ്ധതിയിട്ട ഭർത്താവിനെ അറസ്റ്റ് ചെയ്താൽ ആ സ്ത്രീക്ക് ഉണ്ടാകാവുന്ന ആഘാതവും മനോവിഷമവും ഗർഭിണിയാണെന്നുള്ള അവരുടെ അവസ്ഥയും പരിഗണിച്ച് പോലീസ് ആദ്യ അറസ്റ്റിൽ വിഷയം അവസാനിപ്പിക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് മറ്റെന്തോ കേസിലാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ സംഭവം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ആ സ്ത്രീ പ്രസവിക്കുകയും പിന്നെ 1 മാസം കൂടി കഴിഞ്ഞ് അവർ കുറച്ച് നോർമലാവുകയും ചെയ്ത സന്ദർഭത്തിലാണ് പോലീസ് കാര്യങ്ങൾ വ്യക്തമാക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പോലീസിന് വേണമെങ്കിൽ ഈ കൊലപാതക ശ്രമം നടന്ന അതേ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അത് നിയമമാണ്.
പക്ഷേ അറസ്റ്റ് ചെയ്യാതിരുന്നത് മനുഷ്യത്വമാണ്. നിയമം അക്ഷരങ്ങളാണ്, എഴുതി വച്ചിരിക്കുന്ന അക്ഷരങ്ങൾ മാത്രമാണ്. അത് നടപ്പാക്കപ്പെടുമ്പോഴാണ് അത് വ്യാഖ്യാനിക്കുന്നത്. നടപടികളിലൂടെ നിയമത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ ഈ അക്ഷരങ്ങൾക്കപ്പുറത്ത് മനുഷ്യത്വം ഉണ്ടാകും. അതാണ് ദുബായ് പോലീസ് ചെയ്തത്. മനുഷ്യത്വം ഉള്ള ഭരണാധികാരികൾ ഭരിക്കുന്നിടത്ത് നിയമം നടപ്പാക്കുമ്പോൾ അതിനും മനുഷ്യത്വത്തിൻ്റെ ഒരു സ്വഭാവമുണ്ടാകും. നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് സർക്കാർ ഭൂമി വനപ്രദേശങ്ങളിലും മറ്റും നഗരങ്ങളിൽ പോലും കയ്യേറി. നഗരങ്ങളിലാവുമ്പോൾ അതിൻ്റെ ഭൂമിയുടെ അളവിൽ വ്യത്യാസം ഉണ്ടാകുമെന്നേ ഉള്ളൂ. വെച്ചിരിക്കുന്ന വൻകിട ഭൂ ഉടമകൾക്കെതിരെ ഒരു നടപടിയും എടുക്കാതിരിക്കുകയും അതേസമയം തന്നെ തെരുവിൽ അന്നന്നത്തെ ജീവിത മാർഗത്തിന് വേണ്ടി ഉന്തുവണ്ടിയും പെട്ടിക്കടകളും നടത്തുന്നവർക്കെതിരെ നിയമം കർശനമായി തന്നെ നടപ്പാക്കുകയും ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. മോഷണം നടത്തിയ ഒരു സ്ത്രീയുടെ വിഷയം പ്രവാചകൻ്റെ മുമ്പിൽ വന്നു. മോഷണത്തിൽ നിന്നുള്ള ഇസ്ലാമിലെ ശിക്ഷ നടപ്പാക്കുന്ന ഘട്ടമായപ്പോൾ 1-2 ആളുകൾ പ്രവാചകനെ സമീപിച്ചു. അവർ പറഞ്ഞത് കുറ്റവാളിയായ സ്ത്രീ അവിടുത്തെ ഒരു വലിയ പ്രമുഖ കുടുംബത്തിൽപ്പെട്ടതാണ്, അവർക്കത് കടുത്ത അപമാനമാണ്, അതുകൊണ്ട് അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്നായിരുന്നു പ്രവാചകനെ സമീപിച്ചവരുടെ ആവശ്യം. പ്രവാചകൻ അതിരൂക്ഷമായാണ് അതിനോട് പ്രതികരിച്ചത്. നിയമം പാവപ്പെട്ടവരും ദുർബലരും മാത്രം കുടുങ്ങുകയും സമ്പന്നരും സ്വാധീനമുള്ളവരും രക്ഷപ്പെട്ടു പോകുന്നതുമായ ഒരു വലയല്ല. എൻ്റെ മകളാണ് തെറ്റ് ചെയ്തതെങ്കിൽ അവൾക്കെതിരെയും ഞാൻ ഇതേ നിയമം തന്നെ നടപ്പാക്കും എന്നാണ് പ്രവാചകൻ തന്നെ സമീപിച്ചവരോട് പറഞ്ഞത്. എന്നാൽ മോഷണത്തിൻ്റെ ഇസ്ലാമിക ഈ ശിക്ഷ ദുർബലമാക്കി നിർത്തുന്ന ഒരു സന്ദർഭം പ്രവാചകന് ശേഷം ഖലീഫ ഉമറിൻ്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ട്. മോഷണക്കുറ്റത്തിന് പിടിക്കപ്പെട്ട ഒരു വ്യക്തി ഞാൻ വിശന്നിട്ടാണ്, ഭക്ഷണമില്ലാത്തതുകൊണ്ടാണ് മോഷ്ടിച്ചത് എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ നാട്ടിൽ ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടെങ്കിൽ, അത് കാരണം മനുഷ്യന് മോഷ്ടിക്കേണ്ട അവസ്ഥയുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റക്കാരൻ താനാണ്, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മോഷ്ടാവല്ല എന്ന് തിരിച്ചറിഞ്ഞ ഖലീഫ ഉമർ പ്രവാചകൻ കർശനമായി നടപ്പാക്കണം എന്ന് പറഞ്ഞ നിയമം മരവിപ്പിക്കുന്നുണ്ട്. ഈ നാട്ടിൽ നിന്ന് ദാരിദ്ര്യം ഇല്ലാതാകുന്നതുവരെ മോഷണത്തിനുള്ള ഇസ്ലാമിക നിയമം ഖലീഫ ഉമർ മരവിപ്പിക്കുന്നുണ്ട്. അതാണ് നിയമം നടപ്പാക്കുന്നതിലെ മനുഷ്യത്വം. ബാംഗ്ലൂരിലെ സംഭവത്തിൽ അവിടുത്തെ സർക്കാർ പറയുന്നത് അത് സർക്കാരിൻ്റെ ഭൂമിയാണ്, അനധികൃതമായ കയ്യേറ്റമാണ് എന്നാണ്. അത് ശരിയാണെങ്കിൽ പോലും അവിടെ നടന്ന ഇടിച്ചു നിരത്തലും പൊളിച്ചെടുക്കലും മനുഷ്യത്വത്തിൻ്റെ ലംഘനവും ക്രൂരതയുമാണ്. ഒരു രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ അവരൊരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല, നാളെ നേരം പുലരുമ്പോൾ ഈ വീടുകൾ ഇവിടെ ഉണ്ടാകില്ല, തങ്ങൾ ഭവനരഹിതരാകും, തണുത്തു വിറച്ച ഈ തെരുവിലേക്ക് തങ്ങൾ വലിച്ചെറിയപ്പെടും എന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് പോലും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ സംഭവത്തിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. പാവപ്പെട്ടവർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് അവരെ ആട്ടിയോടിച്ച് അവരുടെ ഭൂമി കൈക്കലാക്കുന്ന പരിപാടി ഭൂമാഫിയകൾ ലോകത്തുടനീളം നടപ്പാക്കുന്നുണ്ട്. സംഭവം നടന്ന തൊട്ടടുത്ത ദിവസം അവർക്ക് വേണ്ടിയുള്ള ഫ്ലാറ്റും അതിൻ്റെ ചിത്രങ്ങളും പദ്ധതികളുമായി സർക്കാർ രംഗത്ത് വന്നു. അതിനർത്ഥം അതെല്ലാം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു എന്നാണ്. ഇതൊരു വിഷയവും വിവാദവും ആവുമെങ്കിൽ മാത്രം പുറത്ത് കാണിക്കാൻ പാകത്തിന് അതൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു. കുറേ പാവപ്പെട്ട മനുഷ്യരെ അവരുടെ മണ്ണിൽ നിന്ന് ആട്ടിയോടിച്ച് ഫ്ലാറ്റുകളിലേക്ക് മാറ്റി അവരെ അവരുടെ ഭൂമിയുടെ അവകാശികളല്ലാതാക്കി ഫ്ലാറ്റുകളിലേക്ക് തളച്ചിടാനുള്ള ഒരു ഭരണകൂടത്തിൻ്റെ കൃത്യമായ പദ്ധതിയാണ്, ഭൂമാഫിയയുടെ പദ്ധതിയാണ് ബാംഗ്ലൂരിൽ നടന്നത്. അത് ആ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോകരുത്. ഒരു ഭാഗത്ത് വർഗീയവാദികളും മറുഭാഗത്ത് വർഗീയത ഇല്ല എന്ന് പറയുന്നവരും സ്നേഹത്തിൻ്റെ കടയെക്കുറിച്ച് പറയുന്നവരും ലക്ഷ്യം വയ്ക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ പാവപ്പെട്ട മനുഷ്യരെയാണ്.